വലിയ രീതിയിൽ, അതായത് കഴിഞ്ഞ തവണ 2019 കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അതുപോലെ തന്നെ ഉറച്ച വിശ്വാസത്തിലും തന്നെയാണ് ഇപ്പോൾ മാഷ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് എത്തിയ പത്മജ വേണുഗോപാൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ. പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് വിടുന്നത് ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനാകും എന്നൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത്? അല്ലാതെ ശ്രീമതി പത്മജ വേണുഗോപാലിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരുപാട് കാലത്ത് ഉണ്ണിത്താനൊക്കെ യോജിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പരസ്പരം അറിയാവുന്നതാണ്. ആ അറിയാവുന്ന കാര്യം ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എനിക്കതിനെപ്പറ്റി വേറൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഉണ്ണിത്താൻ ഈ കാസർഗോഡ് എത്തിയതിന് ശേഷം കൂടുതലായി കേൾക്കുന്നത്, കഴിഞ്ഞ ദിവസം പത്മജയും പരാമർശിച്ചിരുന്നു, കുറി കാണാനില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണത്? അതൊക്കെ നാട്ടുകാരിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് വ്യാപകമായിട്ട് പല സ്ഥലത്തുള്ള. ഇപ്പം ഞാൻ പോയപ്പോൾ മാഷ് കുറി തൊടാറുണ്ട് ചോദിച്ചു. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ആളെ ഭ്രമിപ്പിക്കാനൊന്നും കുറി ഇതാവില്ല. അദ്ദേഹം അങ്ങനെ നാട്ടുകാരൊക്കെ ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല സത്യത്തിൽ. മറ്റൊരു കാര്യം, ഈ കൊലപാതകങ്ങളൊക്കെ ഇത്തവണയും ചർച്ചയാകുമെന്ന് പറയുന്നു. അതിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലും പറഞ്ഞിരുന്നു, രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് പെരിയ ഇരട്ട കൊലപാതകം വീണ്ടും ചർച്ചയാകും, അത് ഉറപ്പാണ്. കല്യോട്ടെ കൊലപാതകം അത് വലിയ രീതിയിൽ ചർച്ചയാകും, അത് മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് CPM തിരിച്ചടിയാകുന്ന രീതിയിലാണ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആകുമോ? ഈ കൊലപാതകത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ചർവീണം പോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അന്നത് രാഷ്ട്രീയ ആയുധമാക്കി അവർക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ എന്താണ് കൊലപാതകം? അവരൊക്കെ ജനങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഇപ്പോൾ ജീവിക്കുകയാണ്. പരസ്പരം വളരെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന സമൂഹമാണ്. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്നതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പെരിയ കൊലപാതകം അന്ന് തന്നെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്. അത് അങ്ങേയറ്റം ദുരന്തമായി പോയി, ദുഃഖകരമായ സംഭവമാണ്. പാർട്ടിക്ക് യോജിപ്പില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് നടന്ന് ചീമേനി കൊലപാതകം ആളുകൾ ഓർമ്മിക്കുന്നത് ധരിച്ചാൽ മതി. എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാമെന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ മാഷ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.